Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the discounted cash flow techniques used in the investment appraisal of a project. In the previous classes, we have been discussing about the traditional techniques of investment appraisal. Today, we will be discussing in detail about the discounted cash flow techniques or the modern techniques. It is an evaluation of the future net cash flows generated by a capital project by discounting them to their present day value. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ടെക്നിക്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേ ബാക്ക് പീരീഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എല്ലാം പറഞ്ഞപ്പോൾ ആ മെത്തേഡ്സ് എല്ലാം അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് എല്ലാം തന്നെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡേൺ ടെക്നിക്സ് അഥവാ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ടൈം വാല്യൂ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോസിൻ്റെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്ന് പറയാം. ഇൻ ദിസ് ടെക്നിക് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് from different years are converted into the respective values at the same point of time. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവുന്നതും ഔട്ട്ഫ്ലോസ് ഉണ്ടാവുന്നതും പല ടൈമിലായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു സിംഗിൾ ടൈമിലെ വാല്യൂ അല്ലെങ്കിൽ പ്രസൻ്റ്ലി ഈ നടന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിനും ഔട്ട്ഫ്ലോസിനും പ്രസൻ്റ്ലി എന്ത് വാല്യൂ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ റിസൾട്ട്സ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുശേഷം കമ്പയർ ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറയാം. ടെക്നിക്സ് ദാറ്റ് റെക്കഗ്നൈസ് ടൈം വാല്യൂ ഓഫ് മണി ആർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, profitability index method and discounted payback period method. Now let us discuss each of the methods in detail. At first, let us look into net present value method. It is a time adjusted method of capital budgeting which takes into consideration the time value of money. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സിലെ ഫസ്റ്റ് മെത്തേഡായ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ടൈം വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞതുപോലെ തന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്ത് ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇത്തരത്തിൽ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഒരു പ്രോജക്റ്റിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാവിധ ക്യാഷ് ഇൻഫ്ലോസിനെയും കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഔട്ട്ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു കാൽക്കുലേറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ? നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 6 സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാൽക്കുലേഷൻ മെത്തേഡ്സിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമൈൻ ആൻഡ് അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഷുഡ് ബി സെലക്റ്റഡ് ആസ് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കോൾഡ് ആസ് കട്ട് ഓഫ് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഫസ്റ്റിൽ തന്നെ കമ്പനി ഫിക്സ് ചെയ്യുന്നതാണ്. ഒരു മിനിമം റേറ്റ് ഇത്രയും കിട്ടിയാൽ മാത്രമേ നമ്മളത് സെലക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും എന്ന രീതിയിലുള്ളൊരു മിനിമം റേറ്റ് നമ്മൾ ഫസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്യണം. ആ മിനിമം റിക്വയർഡ് റേറ്റിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം.
ഈ കാൽക്കുലേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ മിനിമം റിക്വയർഡ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. After fixing the discount rate, the second step is to compute the present value of cash outflows. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും ചിലവായ പൈസ. അപ്പോൾ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഇനിഷ്യൽ ഇയറിലാണ് നമുക്ക് കൂടുതലായി ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് ഇനിഷ്യൽ ഇയറിലാണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസിനെ എന്തിന് തുല്യമാണ്? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ ദ ഇനിഷ്യൽ ഇയർ, ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരെ മറിച്ച് നമുക്ക് ഫസ്റ്റ് ഇയറിലല്ല കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ പല പല വർഷങ്ങളിലായിട്ടാണ്. ആദ്യത്തെ വർഷം കുറച്ച് എക്സ്പെൻസ് ഉണ്ടായി, സെക്കൻഡ് ഇയറിൽ കുറച്ച് എക്സ്പെൻസ് ഉണ്ടായി, തേർഡ് ഇയറിൽ, അങ്ങനെ പല പല ഡിഫറെൻറ്റ് പീരിയഡ്സിലാണ് നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് പീരിയഡ്സ്, ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് കട്ട് ഓഫ് റേറ്റ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റിൻ്റെ ഹെൽപ്പിലായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് പീരിയഡ്സിലാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്തൊരു ടേബിളിൻ്റെ ഹെൽപ്പോടുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് പീരിയഡ്സിലേക്കുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണിത്, പ്രസൻറ്റ് വാല്യൂ ടേബിൾ. പ്രസൻറ്റ് വാല്യൂ ടേബിളിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്നതാണ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ്. എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ് ആണ് മുകളിൽ പെർസെൻറ്റേജ് ആയിട്ട് 1%, 2%, 3% അങ്ങനെ കൊടുത്തേക്കുന്ന പെർസെൻറ്റേജ് ആണ് കട്ട് ഓഫ് റേറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് കോളത്തിൽ വെർട്ടിക്കലായിട്ട് കൊടുത്തേക്കുന്നതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന കട്ട് ഓഫ് റേറ്റ് 10% ആണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ നേരെ 10%ൻ്റെ അകത്ത് എത്രയാണ് കാണിച്ചിരിക്കുന്നതെന്ന് നോക്കുക, എത്രയാണ് പ്രസൻറ്റ് വാല്യൂ കാണിച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ സെക്കൻഡ് ഇയറിൽ 10% താഴെ 0.826 ആണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്കുണ്ടായിരിക്കുന്ന ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ഇയറിലുണ്ടായ ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻറ്റു 0.826 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഇത്തരത്തിൽ എല്ലാ വർഷവും പല ഡിഫറെൻറ്റ് പീരിയഡ്സിലായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസിനെ അതാത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഇതിൻ്റെ എല്ലാം കൂടെ ഡിഫറെൻറ്റ് ഇയേഴ്സിലുണ്ടായിരിക്കുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ടേബിൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതെങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മിക്ക പ്രോബ്ലംസിലും ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിരിക്കും, ഓരോ വർഷത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിരിക്കും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും, അല്ലാതെ നമുക്ക് ഈ ടേബിൾ യൂസ് ചെയ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരില്ല. മിക്ക ക്വസ്റ്റ്യൻസിലും നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിരിക്കും. നെക്സ്റ്റ്, തേർഡ് സ്റ്റെപ്പ് ഇസ് ടു കമ്പ്യൂട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ, അതായത് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രോഫിറ്റിനാണ് കൺസിഡർ ചെയ്യുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ഇസ് ടേക്കൺ. അതായത് ടാക്സ് അടച്ചതിന് ശേഷവും എന്നാൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ല, അങ്ങനെയുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. The scrap value at the end of the period is also taken as cash inflow. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ വരുമ്പോൾ 5 വർഷത്തെ ഒരു പ്രപ്പോസൽ ആണെങ്കിൽ ഫൈനൽ ഇയറിൽ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്രാപ്പ് വാല്യൂവിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ക്യാഷ് ഇൻഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനത്തെ പ്രോഫിറ്റാണ് വേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് സ്ക്രാപ്പ് വാല്യൂ is also considered as cash inflow. ഇനി എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക?
It is computed by multiplying cash inflows of every year with the appropriate discount rate. നേരത്തെ നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഡിഫറെൻറ്റ് ഇയേഴ്സിലുണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ടേബിൾ കാണിച്ച പോലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കിട്ടും. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ്ലി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് കണ്ടുപിടിച്ചു, തേർഡ്ലി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഡിക്രീസ് ചെയ്യണം ബൈ ഡിഡക്റ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫ്രം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ഇക്വേഷൻ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ NPV equal to present value of cash inflows minus present value of cash outflows. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ NPV കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫിഗർ അല്ലെങ്കിൽ 0 ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് NPV ഈക്വൽ ടു 0 ഓർ മോർ ദാൻ 0 പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ ആ പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യും. 0ൽ കുറവോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ ആ പ്രപ്പോസലിനെ റിജക്റ്റ് ചെയ്യും. ഇത്തരത്തിലാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രപ്പോസൽസ് നമ്മുടെ മുമ്പിലുണ്ട്, അതായത് ഒരു 4-5 പ്രപ്പോസൽസ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് ഫിഗേഴ്സ് വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യും. ബാക്കിയുള്ള പ്രപ്പോസൽസിനെ ഏത് പ്രപ്പോസലിനാണ് ഹയർ NPV ഉള്ളത് അതിൻ്റെ ബേസിൽ നമ്മൾ പ്രയോറിറ്റി റാങ്കിങ് ചെയ്യാനായിട്ടും NPV മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച 6 സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഒരു പ്രോബ്ലത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കിനി നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്രോജക്റ്റ് വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് അണ്ടർ ആക്റ്റീവ് കൺസിഡറേഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. അതിനെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ പ്രോബ്ലമിൽ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അത് പറഞ്ഞായിരുന്നു. നമുക്ക് ഇനിഷ്യൽ ഇയറിലാണ് കൂടുതൽ, ഫസ്റ്റ് ഇയറിലാണ് കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോസിന് വരുന്നതെങ്കിൽ നമ്മൾ അത് ഏത് പേരിൽ അറിയപ്പെടും? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിലായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടും. സെക്കൻഡ്ലി എസ്റ്റിമേറ്റഡ് ലൈഫ് ഈക്വൽ ടു 4 years, 4 വർഷമാണ് ഈ പ്രപ്പോസലിൻ്റെ ലൈഫ് ടൈം. തേർഡ്ലി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 വർഷമുണ്ടെങ്കിലും എല്ലാ വർഷവും 20,000 രൂപ വെച്ച് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 10%. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത ഫിക്സിങ് ദ കട്ട് ഓഫ് റേറ്റ്, അതാണ് ഇവിടെ നമുക്ക് കട്ട് ഓഫ് റേറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് ആണ് തന്നേക്കുന്നത്. 10% ആണ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് തന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PV ഫാക്ടേഴ്സും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സും ഓരോ വർഷത്തെയും ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് 0.909, സെക്കൻഡ് ഇയറിലെയാണ് 0.826, തേർഡ് ഇയറിലെയാണ് 0.751 ആൻഡ് ഫോർത്ത് ഇയറിൽ 0.683. ഇപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 കോളമുള്ളൊരു ടേബിളായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ ഇയർ എഴുതുക. നമുക്ക് ലൈഫ് ടൈം 4 years ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിനകത്ത് ഇയറിന് ഹെഡിങ് എഴുതിയിട്ട് താഴെ 4 വർഷത്തേക്ക് 1, 2, 3, 4 എന്ന് 4 വർഷവും എടുത്ത് എഴുതുക. സെക്കൻഡ് കോളത്തിനകത്ത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ, നമുക്ക് 10% ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ വർഷത്തെയും ഡിസ്കൗണ്ടിങ് PV ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷത്തിനും ഫസ്റ്റ് ഇയറിൻ്റെ നേരെയുള്ള P ഫാക്ടർ എടുത്ത് എഴുതുക. ഫസ്റ്റ് ഇയറിൻ്റെ നേരെ 0.909 തന്നേക്കുന്നത് എടുത്ത് എഴുതുക. അതേപോലെ ഓരോ വർഷം സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും ഫോർത്ത് ഇയറിൻ്റെയും PV ഫാക്ടർ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നേക്കുന്നത് എടുത്ത് ഓരോന്നോരോന്നായിട്ട് എഴുതുക. അതിനുശേഷം ക്യാഷ് ഇൻഫ്ലോസ്, മൂന്നാമത്തെ കോളമാണ് ക്യാഷ് ഇൻഫ്ലോസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് 20,000 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ വർഷവും 4 വർഷം ലൈഫ് ടൈം ഉള്ളത്, എല്ലാ വർഷവും നമുക്ക് 20,000 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടും, ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ തേർഡ് കോളത്തിൽ ഓരോ വർഷവും ക്യാഷ് ഇൻഫ്ലോസ് 20,000 ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഈ തന്നിരിക്കുന്ന 20,000 ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ഓരോ വർഷവും വരുമ്പോഴത്തേക്കുള്ള പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ സെക്കൻഡ് കോളം ഇൻറ്റു തേർഡ് കോളം, അതായത്
PV factor into cash inflow നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ PV factor 0.909 ആണ്. ഇൻറ്റു 20,000 ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ത് കിട്ടും? 18,180 എന്ന രീതിയിൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അതേപോലെ ഓരോ വർഷത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഇയറിന് കണ്ടുപിടിക്കാൻ 0.826 ഇൻറ്റു 20,000 അപ്പോൾ എന്ത് കിട്ടും? 16,520 എന്ന രീതിയിൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ 4 വർഷത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് കോളം ഇൻറ്റു തേർഡ് കോളം. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂസ് കിട്ടും. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന 63,380 ആണ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 63,380 എന്ന് കിട്ടി. അപ്പോൾ NPV കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഡിഡക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റിന് വേണ്ടത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 70,000. അതിൻ്റെ അർത്ഥം നമുക്ക് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയൊന്നും വേണ്ട. ആ എമൗണ്ട് തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്? 70,000 ആണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 63,380 നിന്നും എന്ത് കുറയ്ക്കണം? ക്യാഷ് ഔട്ട്ഫ്ലോസ് കുറയ്ക്കണം. എത്രയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ? 70,000. അതിൽ നിന്നും 63,380 നിന്നും 70,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 മൈനസ് 6,620 എന്ന നിലയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? NPV കിട്ടുക. NPV എന്താണ്? മൈനസ് 6,620. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് NPV കിട്ടിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെപ്സിൽ പറഞ്ഞത് എന്താണ്? നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NPV 0 ഓർ എ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? NPV അല്ലെങ്കിൽ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള പതിവ്. അപ്പോൾ ഈ കേസിൽ ഈ ഒരു പ്രപ്പോസലിൻ്റെ കേസിൽ നമുക്ക് NPV കിട്ടിയിരിക്കുന്നത് മൈനസ് 6,620 ആണ്. അതുകൊണ്ട് തന്നെ ഹിയർ NPV ഇസ് നെഗറ്റീവ് ആൻഡ് ഹെൻസ് ഇറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ്. ഈ ഒരു പ്രപ്പോസൽ ഒരിക്കലും നമ്മുടെ കമ്പനി അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ മിനിമം റിക്വയർഡ് റേറ്റ് ആയി 10% ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു, ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ NPV ഒരു നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപ്പോസലിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിലാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ അകത്ത് NPV യൂസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡായ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ NPV മെത്തേഡ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ടെക്നിക്സ് NPV ആണെങ്കിലും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ S2-ൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പഴയ നോട്ട്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുക, എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.